ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൂഫ് ചെയ്തതിൻ്റെ സീലിങ്ങും ചേഞ്ചിങ്ങിൻ്റെ വർക്കാണ്. സീലിംഗ് ഇത് നമ്മൾ PVC സീലിംഗ് ആണ്. അത് കുറച്ച് ഷീറ്റ് ചൂടൊക്കെ അടിക്കുമ്പോൾ ഈ സീലിംഗ് കുറച്ചുകൂടെ കഴിയുമ്പോൾ പോകും. അപ്പോൾ നമ്മളിപ്പോൾ അത് 4x2 ബോക്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു സീലിംഗ് വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോസാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ട് നമ്മൾ 4x2 നമ്മൾ ചെയ്യുന്നത്. 4x2 റാഫ്റ്ററായിട്ട് ഇട്ട് പർലിംഗ് ആയിട്ട് 2 കുന്നിൻ്റെ സ്ക്വയർ ട്യൂബിൽ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കുകയാണ്. അങ്ങനെ രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കാണ്. നമ്മൾ പൊളിച്ചത് ലെവൽ ചെയ്യൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറ്റി. നമ്മളിത് റൂം ഫുൾ ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് 2 അടി 60 സെൻറ്റി വരുന്ന രീതിയിൽ നമ്മളിത് കറക്റ്റായിട്ട് നമ്മളിത് ഭിത്തി പൊഴിച്ചിറക്കിയിരിക്കുകയാണ്. 2x2 സ്ക്വയർ ട്യൂബ്, 4x2 സ്ക്വയർ ട്യൂബ്. എന്നിട്ട് പ്ലസ് ആയിട്ട് വന്നത് 2 കുന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ അത് നമ്മളൊരു 4x2 നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ 2x2 അതിൻ്റെ ഇൻസൈഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ലെവലായിട്ട് നിൽക്കാനായിട്ട്, അതായത് നമ്മൾ തടിയിൽ ചെയ്യണ പോലെ തന്നെ അതേ രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഭിത്തിയിൽ നമ്മൾ കറക്റ്റായിട്ട് പൊഴിച്ചിറക്കിയിരിക്കുകയാണ് 4x2. ഓരോ റൂമിനും നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് അതിൻ്റെ അളവ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഈ 4x2 നമ്മൾ പൊഴിച്ച് കറക്റ്റായിട്ട് ഇറക്കിയിരിക്കുകയാണ്. പർലിങ് 2 കുന്നിൻ്റെ പർലിങ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോളോയുടെ ട്യൂബാണ്, സ്ക്വയർ ട്യൂബാണ്, 16 kg. പിന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ ഷീറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലൈവുഡാണ്. ISI മാർക്കുള്ള ഒരു പ്ലൈവുഡാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് ഷീറ്റാണ്. ഇത് കുത്തനൊന്നും എടുക്കത്തില്ല. കുത്തന് അങ്ങനെയുള്ള എലി കരടും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ കുത്തനായിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ചെറിയ ഗ്യാപ്പ് തന്നെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് പൊട്ടിയിട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.